ഹായ് എവ്രി വൺ. റാൾചിക്മ ബോധിസത്വനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്പിരിച്വൽ ആയിട്ടുള്ളതും അതല്ലാത്തതും എന്താ പറയുക മെറ്റീരിയൽ ലൈഫ് രണ്ടിനെയും ഞാൻ തരംതിരിച്ച് കാണുന്നില്ല. പക്ഷേ നിങ്ങളുടെ ഈ നിങ്ങളുടെ ലൈഫിനെ പറ്റിയുള്ള ഒരു ഗൈഡൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ എനർജി മനസ്സിലാക്കേണ്ട ഒരു സമയം കൂടിയാണിത്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു റീഡിംഗ് വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാണ്. ഓക്കെ, സോ എപ്പോഴും വീഡിയോസ് എന്താ വരാത്തത് താരേന്ന് ഇങ്ങനെ എല്ലാവരും ചോദിക്കാറുണ്ട്. പക്ഷേ ആം, എല്ലാ സമയത്തും വീഡിയോസ് തരാൻ പറ്റത്തില്ല. അതായത് ഞാൻ എൻ്റേതായിട്ടുള്ള ബിസിയിലും കൂടിയാണ്. കൂടാതെ തന്നെ നിങ്ങൾക്ക് ഗൈഡൻസ് തരേണ്ട സമയത്ത് മാത്രമേ നിങ്ങൾക്ക് ഗൈഡൻസ് തരാൻ പറ്റൂ. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് ഗൈഡൻസ് കിട്ടേണ്ട ഒരു ടൈമാണ്. അതായത് നിങ്ങൾ അത്രത്തോളം ഒരു പ്രതിസന്ധിയിലാണ്. ഇത് നിങ്ങൾക്ക് കിട്ടേണ്ട സമയം ആയതുകൊണ്ടാണ് ഈ ഗൈഡൻസ് നിങ്ങളിലേക്ക് കിട്ടുന്നത്. ഓക്കെ, സോ നമുക്ക് വേറൊരു കാര്യം പറയുകയാണെങ്കിൽ വീഡിയോയുടെ ലാസ്റ്റ് പോർഷനിൽ ഗ്രീൻ താര ദീക്ഷയെ പറ്റി പറയുന്നുണ്ട്. കാരണം ഒരുപാട് പേര് പറഞ്ഞിരുന്നത് താരയെ ഗ്രീൻ താര ദീക്ഷ തരുമോ, അതുപോലെ തന്നെ വൈറ്റ് മഹാകാലൻ്റെ ദീക്ഷ തരുമോ എന്ന്. സോ ഇത്തവണ വൈറ്റ് മഹാകാലനും ഗ്രീൻ താരയും ഈ രണ്ട് ദീക്ഷയാണ്. കാരണം എല്ലാവർക്കും ഗ്രീൻ താരയായിട്ട് നന്നായി കണക്റ്റഡ് ആവണമെന്നുണ്ട്. സോ ഗ്രീൻ താരയും വൈറ്റ് മഹാകാലനുമാണ് ഇത്തവണ തരാൻ പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ സെൽഫ് ലവ് മാസ്റ്ററി കോഴ്സ് അത് ഇപ്പം സ്റ്റാർട്ട് ചെയ്യുന്നില്ല. അത് ഓൾറെഡി ഡിസൈൻഡ് ആയി കഴിഞ്ഞു. പക്ഷെ ഇപ്പം അത് സ്റ്റാർട്ട് ചെയ്യുന്നതല്ല, കുറേ തിരക്കുകൾ ഉള്ളത് കൊണ്ടാണ്. സോ ഗ്രീൻ താര ദീക്ഷയും വൈറ്റ് മഹാകാലൻ്റെ ദീക്ഷയെ പറ്റിയുള്ളതൊക്കെ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതിനെപ്പറ്റി ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയും. താല്പര്യമുള്ളവർ അത് കേൾക്കുക. ഓക്കെ, സോ റീഡിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്. അതായത് ഇവിടെ ഒരുപാട് പേരുടെ എനർജീസ് വരുന്നുണ്ട്. പേഴ്സണൽ റീഡിംഗ് മാത്രം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. ഓക്കെ, വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അതുപോലെ ഇത് ജനറൽ ആണ്. സോ നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആവുന്നത് മാത്രം നിങ്ങൾ എടുക്കുക. ഇത് ജെൻഡർലെസ് ആണ്. ജെൻഡർലെസ് ആയതുകൊണ്ട് തന്നെ ഇത് മെയിൽ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ ഓർ നോൺ ബൈനറി ഏത് ജെൻഡേഴ്സിന് വേണ്ടിയിട്ടും ഇത് ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, അതുപോലെ ഇത് ടൈംലെസ് ആണ്. സോ ഇത് നിങ്ങൾക്ക് റെസണേറ്റ് ആയി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴൊക്കെയാണോ കാണുന്നത് അപ്പോഴൊക്കെ ഇത് നിങ്ങൾക്ക് റെസണേറ്റ് ആയിരിക്കും. ഓക്കെ, ഇത് നിങ്ങൾക്ക് സേവ് ചെയ്തിട്ട് പിന്നെ കാണുകയും ചെയ്യാം. ഓക്കെ, സോ വീഡിയോയുടെ തംബ്നെയിലിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ 2 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ 2 പിക്ചേഴ്സിനെ പ്രതിനിധീകരിക്കുന്ന 2 പയലുകളാണ് ഇത് രണ്ടും. ഓക്കെ, ഇതുവരെ പയൽ സെലക്ട് ചെയ്തവരും ചെയ്യാത്തവരും നന്നായി മെഡിറ്റേറ്റ് ചെയ്തവർ നിങ്ങളുടെ പയലിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. ചെയ്യാത്തവർ ഏതെങ്കിലും ഒരു പയൽ മെഡിറ്റേറ്റ് ചെയ്ത് സെലക്ട് ചെയ്തതിന് ശേഷം മാത്രം വീഡിയോയിലേക്ക് കടക്കുക. ഓക്കെ, സോ ഞാൻ ഇവിടെ വീഡിയോ പോസ് ചെയ്യാം. നിങ്ങൾ മെഡിറ്റേഷനിലേക്ക് പൊക്കോളൂ. ഓക്കെ, നിങ്ങൾ വീഡിയോ പോസ് ചെയ്തോളൂ. ഓക്കെ, ഞാനല്ല, നിങ്ങളാണ് പോസ് ചെയ്യേണ്ടത്. നിങ്ങൾ വീഡിയോ പോസ് ചെയ്തോളൂ, എന്നിട്ട് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തോളൂ. ഓക്കെ, സോ യു ക്യാൻ സ്റ്റാർട്ട് റൈറ്റ് നൗ. ഓക്കെ, അപ്പം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും. 2 പയലുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഓരോ പയല് വീതം ഓപ്പൺ ചെയ്യാം. സോ ഇന്നത്തെ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ മഹാകാളി ദേവിയുടെ ഗൈഡൻസ് ആണ്. വാവ്, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് മഹാകാളി ദേവി തന്നെയാണ്. ഓക്കെ, ഫസ്റ്റ് പയൽ ചൂസ് ചെയ്തവർക്ക്. കാരണം ഇന്നത്തെ ഗൈഡൻസ് നിങ്ങൾക്ക് തരുന്നത് സാക്ഷാൽ മഹാകാളി ദേവിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ എനർജിയാണ്. സോ ഫസ്റ്റ് പയൽ കാർഡ് വന്നിട്ടുള്ളത് എ ഫിയേഴ്സ് പൂബ വീഡിങ് ഡാഗിനിയാണ്. മഹാകാളി ദേവി തന്നെയാണ് വന്നിട്ടുള്ളത്. സോ സെക്കൻഡ് പയൽ വന്നിട്ടുള്ളത് പ്രത്യങ്കിര ദേവിയാണ്. സെങ്തോമ പ്രത്യങ്കിര ദേവിയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് എടുത്തവർക്ക് വന്നിട്ടുള്ള മഹാകാളി ദേവി, സെക്കൻഡ് എടുത്തവർക്ക് വന്നിട്ടുള്ളത് പ്രത്യങ്കിര ദേവി. ഓക്കെ, സോ ഞാൻ 2 കാർഡും കൂടെ റീഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പയലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് പയൽ ചൂസ് ചെയ്തവർക്ക് വന്നിട്ടുള്ളത് ശ്രീ മഹാകാളി ദേവി അഥവാ എ ഫിയേഴ്സ് പൂബ ബീഡിങ് ബ്ലൂ ഡാക്കിനിയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോണ്ടാക്ട് ഫ്രം ദ സ്കൈ ടു ദ എർത്ത്, ബി ഫിയേഴ്സ് ആൻഡ് വാൻക്വിഷ് വാട്ട് എവർ ഈസ് ഹോൾഡിങ് യു ബാക്ക്. ഓക്കെ, സോ ഇതിപ്പം സ്പിരിച്വൽ പാത്തിലൂടെ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എനിക്കല്ല, മഹാകാളി ദേവിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രാക്ടീസസ് അത് ഏത് സ്ട്രീമിലുള്ളതായാലും അതൊരിക്കലും നിങ്ങളെ ഒരു അന്യഗ്രഹ ജീവിയാക്കി മാറ്റാനുള്ളതല്ല. പകരം നിങ്ങളെ സ്പേസിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു റോക്കറ്റും അല്ല,
നിങ്ങൾക്ക് ഭൂമിയില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പലരും നിങ്ങൾക്ക് പല തരത്തിലാ ഗൈഡൻസ് തരുന്നത്. പലരും നിങ്ങളുടെ സ്വത്വത്തെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് തെറ്റായിട്ടുള്ള ഗൈഡൻസ് തന്നിട്ടുണ്ടാവും. സോ, ഒരിക്കലും അത് ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല, നിങ്ങളുടെ സെൽഫിൽ നിന്നുകൊണ്ട് മാത്രം നിങ്ങൾ ഏത് സ്പിരിച്വൽ പ്രാക്ടീസും ചെയ്യുക. മാത്രമല്ല, സ്വന്തം പേഴ്സണൽ ലൈഫിനെ നശിപ്പിച്ചുകൊണ്ട് ഒരു സ്പിരിച്വൽ പ്രാക്ടീസസും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അഡിക്ഷൻ നിങ്ങൾ ഇല്ലാതാക്കണം. ഇപ്പം നിങ്ങൾ ഒരു നോൺ വെജ് ആണ്, നോൺ വെജ് ഇല്ലാതെ പറ്റുന്നില്ല എന്നാണെങ്കിൽ എന്താ പറയുക, നിങ്ങൾ നോൺ വെജ് കഴിച്ചോളൂ, പക്ഷെ അതിൻ്റെ മുകളിൽ ഓവർ ആയിട്ടുള്ള അഡിക്ഷൻ വേണ്ട. അതിപ്പോൾ എന്തായാലും ശരി. ഇപ്പം സെൽഫിനോടാണെങ്കിൽ പോലും കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, അറ്റാച്ച്മെൻറ്റ് പാടില്ല. അത് പിന്നീട് സെൽഫിഷ്നെസ് ആയി മാറും. സെൽഫ് ലവ് നമ്മൾ എന്താ പറയുക, അമിതമായിട്ട് അതിൽ തന്നെ സെൽഫ് ലവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ അതിലൊരു മീനിങ് ഉണ്ട്. അതായത് നിങ്ങളെ സ്നേഹിക്കുന്നതോടെ നിങ്ങൾക്ക് മറ്റുള്ളവരെയും ഈ പ്രപഞ്ചത്തെയും സ്നേഹിക്കാനുള്ള കെൽപ്പ് ഉണ്ടാവുന്നു. പക്ഷേ ശരിക്കും പലരും സെൽഫ് ലവ് എന്ന് പറഞ്ഞ് ചെയ്യുന്നത് സെൽഫിഷ്നെസ് ആണ്. അതായത് സെൽഫിനോട് കൂടുതൽ അറ്റാച്ച് ആയിട്ട് ശരീരത്തോടും മനസ്സിനോടും അറ്റാച്ച്ഡ് ആയിട്ട്. കാരണം രണ്ടിനോടും നിങ്ങൾ അറ്റാച്ച് ആവേണ്ട ആവശ്യമില്ല. ഓക്കെ. സോ നിങ്ങൾ അഡിക്ഷനിലേക്കും പോകേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾ നശിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ആർക്ക് വേണ്ടിയും ഒരു സാക്രിഫൈസും ചെയ്യരുത് എന്നാണ് ദേവി പറയുന്നത്. ഓക്കെ. കാരണം അത് നിങ്ങളോട് തന്നെ ചെയ്യുന്ന പാപമാണ്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സമൂഹത്തെയും നോക്കേണ്ട ആവശ്യമില്ല. ഈവൻ നിങ്ങളുടെ പാരൻസിൻ്റെ കാര്യങ്ങൾ പോലും. അതായത് അവരെ നിങ്ങൾ സ്നേഹിക്കണം, മാത്രമല്ല അവർക്ക് വേണ്ടുന്ന പരിചരണവും കാര്യമൊക്കെ കൊടുക്കണം. പക്ഷേ ആർക്ക് വേണ്ടിയും നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് ബലി കൊടുക്കാതിരിക്കുക. അത് ദേവി പോലും പൊറുക്കത്തില്ല. നിങ്ങളുടെ യൂണിവേഴ്സ്, നിങ്ങൾ വിശ്വസിക്കുന്ന എനർജി പോലും പൊറുക്കത്തില്ല. ഓക്കെ. സോ അത് മനസ്സിലാക്കുക. ബിക്കോസ് ഒരു എനർജീസ്, ഒരു ഡിവൈൻ ബീയിങ്സും നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് ഇല്ലാതാക്കിയിട്ട് അവരെ കണക്ട് ചെയ്യണമെന്ന് പറയുന്നില്ല. അതാദ്യം മനസ്സിലാക്കണം. ഓക്കെ. സോ ഇത് മാത്രമല്ല, അതുപോലെ തന്നെ നിങ്ങളോട് പറയുന്ന മറ്റൊരു കാര്യം, ബി ഫിയേഴ്സ് ആൻഡ് വാൻക്വിഷ് വാട്ട് ഈസ് ഹോൾഡിങ് യു ബാക്ക്. ചിലപ്പോൾ നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫ് ട്രോമാസ് ഉണ്ടായിട്ടുണ്ടാകും. അതായത് പാസ്റ്റ് ലൈഫ് ഉദ്ദേശിക്കുന്നത് മുൻജന്മം മാത്രമല്ല, ഞാൻ അത് കണക്കിലെടുക്കുന്നില്ല ഒന്നാമത്. പക്ഷേ ഈ ജന്മത്തിൽ തന്നെ നിങ്ങൾക്ക് ചൈൽഡ്ഹുഡ് ട്രോമാസ് ഉണ്ടായിട്ടുണ്ടാവാം. അതും അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പിൻ്റെ പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ അത് നിങ്ങളെ പിന്നോട്ടേക്ക് വലിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, ആ സംഭവം കൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾക്ക് ഒരു നേട്ടവും ഉണ്ടാവാൻ പോകുന്നില്ല ഇതിൻ്റെ ഈ ക്ലിഞ്ചിങ് കൊണ്ട്. നിങ്ങൾ മുന്നോട്ടേക്ക് പോകേണ്ട നിങ്ങളുടെ ആഗ്രഹങ്ങൾ, ഡ്രീംസ്. ഇനി ഡ്രീം ഇല്ലെങ്കിൽ ഒരു ഡ്രീം നിങ്ങൾ ഫൈൻഡ് ചെയ്യുക. ഡ്രീംസ് ഇല്ലാത്ത ഒരു മനുഷ്യരും ഈ ലോകത്ത് ഉണ്ടാവില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീംസ് ഉണ്ടാവും. സോ അത് നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അന്ധവിശ്വാസങ്ങൾ, പലരും നിങ്ങളെ ബ്ലാക്ക് മാജിക്, ക്ലൂക്ക് മാജിക് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഉപദ്രവിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വെറീസിലോ നിങ്ങളെ ഉപദ്രവിക്കുന്ന കാര്യത്തിലോ നിങ്ങൾ വിശ്വാസം കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ പ്രപഞ്ചം ഓടുന്നത് കർമ്മത്തിൻ്റെ ബേസിലാണ്. നിങ്ങൾ നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും, തെറ്റ് ചെയ്താൽ തെറ്റ് കിട്ടും. അത്രയേ ഉള്ളൂ. കർമ്മത്തിൻ്റെ ദേവത തന്നെയാണ് കാളിയമ്മ. മനസ്സിലായില്ലേ? കർമ്മത്തിൻ്റെ ദേവതയാണ്. സോ മനസാക്ഷിക്ക് നനക്കുന്ന കാര്യങ്ങൾ ചെയ്ത് മര്യാദക്ക് ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ച് ദേവിയെ അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റി ആരാണോ അവരെ ധ്യാനിച്ച് മുന്നോട്ടേക്ക് പോവുക. ഓക്കെ. മാത്രമല്ല, നിങ്ങൾക്ക് ഉതകുന്ന സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ലൈഫിലേക്ക് എടുക്കുക. അല്ലാതെ ട്രോമാസ് വെച്ചിട്ട് ആരും ഒരിക്കലും സെൽഫിനെ ആക്രമിക്കരുത്. ഓക്കെ. ഇതാണ് ദേവി പറയുന്നത്. സോ നിങ്ങൾക്കുള്ള മറ്റുള്ള ഗൈഡൻസ് കാർഡ് ഏതാണെന്ന് നോക്കാം. ഇതിപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കാളിയമ്മ തന്നെ വന്ന് നിങ്ങൾ ഒരുപാട് ട്രോമാസ്, കാരണം പുറബ കണ്ടില്ലേ, ആ ഒരു വെപ്പൺ കയ്യിൽ പിടിച്ചിട്ടുള്ള കാളിയമ്മയാണ് വന്നിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട് എന്ന്, ഇപ്പോഴും നിങ്ങൾ ആ വിഷമത്തിൽ നിൽക്കുന്നുണ്ട് എന്നാണ് അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ അതിൽ നിങ്ങൾ നിൽക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. എന്ത് ട്രോമാസ് ഉണ്ടെങ്കിലും അതൊക്കെ ജസ്റ്റ് അങ്ങ് വിട്ടുകള. ഓക്കെ. അത് നിങ്ങളുടേതല്ല. നിങ്ങളൊരിക്കലും വേദനയല്ല. വേദന കൊണ്ട് ഗുണപാഠങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ വേദനയിൽ തന്നെ ലയിച്ചുകൊണ്ട് ഒരു കാര്യവും മര്യാദക്ക് നേടാനും പറ്റത്തില്ല. പരമാനന്ദവും എന്താ പറയുക, ആ ഒരു ഇതിൽ തന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പരമാനന്ദം പോലും പ്രാപ്തമാവത്തില്ല എന്നാണ് ഭഗവാൻ പോലും പറയുന്നത്. ഓക്കെ. സോ നമുക്കുള്ള നോക്കാം. ഞാനിത് ജസ്റ്റ് ഇവിടുന്ന് ഞാൻ ഷഫിൾ ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇതിങ്ങനെ മുട്ടാൻ ചാൻസ് ഉണ്ട്, കാരണം ചെറിയ സ്പേസ് ആണ്.
ഓക്കെ. സോ നിങ്ങൾക്കുള്ള മറ്റുള്ള ഗൈഡൻസസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. ഓക്കെ, 4 ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. പേജ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അതുപോലെ ഹാർഡ് വർക്കിംഗ് കാർഡ് വന്നിട്ടുണ്ട്, അതായത് 8 ഓഫ് പെൻറ്റക്കിൾസ്. സെയിം ടൈം ഷാവേഴ്സിൻ്റെ കാർഡാണ് കാണുന്നത്. അടുത്തത് പേജ് ഓഫ് സോഡ്സ്. ബോട്ടം ഓഫ് ദ ഡക്ക് വന്നിട്ടുള്ളത് ഇതാണ്. ഓക്കെ, ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി കാർഡാണ്. സോ ഇവിടെ ഞാൻ 5 കാർഡ്സും ഒരു ബോട്ടം ഓഫ് ദ ഡക്കുമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ കാർഡിനെ പറ്റി പറയാം. ഇത് നിങ്ങളുടെ പാസ്റ്റും പറയുന്നുണ്ട്. കാരണം പാസ്റ്റിൽ ഒരു പ്രത്യേക ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രത്യേക റിലേഷൻഷിപ്പ് ഇത് കാരണം നിങ്ങൾ ട്രോമ ഫേസ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ കാർഡ് പറയുന്നത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു നിമിഷത്തെ അത് കണ്ടെത്തിയിട്ടില്ല. നിങ്ങളതിനെ തെറ്റിദ്ധരിച്ചിട്ട് എന്താ പറയുക, അവിടെ അത് മനുഷ്യ സഹജമായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. സോ അതിൻ്റെ ആ ഒരു വേദനയും കാര്യങ്ങളും നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതെടുക്കാതെ നിങ്ങൾക്ക് ഇനി ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഫ്യൂച്ചർ ഉണ്ട്. സോ ആ ബ്രൈറ്റ് ആയിട്ടുള്ള ഫ്യൂച്ചർ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകാനാണ് കാളിയമ്മ പറയുന്നത്. സോ പേജ് ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത്. ഇതിനകത്ത് വാരാഹി ദേവിയുടെ എനർജിയും ഉണ്ട് പേജ് ഓഫ് കപ്സിൽ. പേജ് ഓഫ് കപ്സ് പറയുന്നത് നിങ്ങൾക്ക് മുൻപൊരു സെൽഫ് ഉണ്ടായിരിക്കും, അത്രത്തോളം ഹാപ്പിനെസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നിങ്ങൾ സന്തോഷത്തോടു കൂടി എന്നൊരു സെൽഫ്. ആ സെൽഫിനെ പൂർവാധികം ശക്തിയോടെ തിരിച്ചു കൊണ്ടുവരിക. നിങ്ങളുടെ കളിചിരികൾ ഒരിക്കലും ഒരിടത്തും, അതായത് മറ്റുള്ളവരുടെ ബ്ലെയിമിങ്ങിലൊന്നും ഇല്ലാതാവേണ്ട ഒന്നല്ല അത്. സോ നിങ്ങളുടെ ആ ഒരു ഹാപ്പിനെസ്സിനെ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരിക, ആത്മവിശ്വാസത്തോടു കൂടി നിൽക്കുക എന്നാണ് ഈ കാർഡിലൂടെ ദേവി പറയുന്നത്. സോ ഈ കാർഡ് വന്നിട്ടുള്ളത് ചാവോസ് ആണ്. ഇത് ചാവോസ് എന്ന് പറയുന്നത് ഇത് നിങ്ങളുടെ കറൻ്റ് ആയിട്ടുള്ള അവസ്ഥയാണ്. മെൻ്റലി നിങ്ങൾ ഒരുപാട് പ്രോബ്ലംസ് അനുഭവിക്കുന്നുണ്ടാവും. ഇൻ കേസ് നിങ്ങളെ ചുറ്റുപാടുമുള്ള ആൾക്കാർ ഫിസിക്കലിയും നിങ്ങൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ടാവും. ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ധൈര്യം നിങ്ങളുടെ ഉള്ളത്. നിങ്ങളുടെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾ മാത്രമാണ്. സോ നിങ്ങളുടെ ഡിവൈൻ പോലും നിങ്ങളുടെ ശരീരത്തെയോ മനസ്സിനെയോ വേദനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. സോ നിങ്ങളായിട്ട് അതിനനുവദിക്കാതിരിക്കുക. ആക്രമണം ഫിസിക്കലായിട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ ചെലുത്ത് നിർത്തേണ്ട സ്വയരക്ഷകൾ തീർച്ചയായിട്ടും അഭ്യസിക്കുക. ധൈര്യം കൈവടിയാതിരിക്കുക എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ധൈര്യം നിങ്ങളിൽ മാത്രമേ ഉള്ളൂ. അത് എവിടുന്നും പാക്കറ്റ് കണക്കെ വാങ്ങാൻ പറ്റത്തില്ല. ഓക്കെ. സോ നെക്സ്റ്റ് കാർഡ് വന്നിട്ടുള്ള ഹാർഡ് വർക്കിംഗ് കാർഡാണ്. അത് 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങളുടെ കർമ്മങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതായത് ഇപ്പം ചിലരുണ്ടാവും ഇതിനകത്ത് ഈ ഒരു ട്രോമയ്ക്ക് ശേഷം ഞാൻ ഈ വർക്ക് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇപ്പോഴും കുറേ പേര് അവരിൽ സംശയം ഉണ്ടാവും, ഞാൻ എന്നെ തിരിച്ചു കൊണ്ടുവരാൻ നോക്കി, അല്ലെങ്കിൽ എൻ്റെ സെൽഫിനെ ബെറ്റർ ആക്കാൻ നോക്കിയാൽ ഞാൻ മുന്നോട്ട് പോവുമോ എന്നുള്ള ആ ഒരു ചോദ്യം ഉള്ള ആൾക്കാർ ഇവിടെ ഉണ്ടായിരിക്കാം. പക്ഷേ ശ്രദ്ധിക്കുക, ആ ചോദ്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സെൽഫിനെ സംശയിക്കരുത്. നിങ്ങൾ വർക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്പിരിച്വൽ പ്രാക്ടീസസ് എന്താണോ അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റി, പഠനമായാലും എന്തായാലും ആക്ടിവിറ്റി എന്താണെന്നത് കണ്ടിന്യൂസ്ലി നിങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടി ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്കതിൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതെന്ന് പറയുന്നത്. കാരണം ഇത് വർക്ക് ചെയ്യാനുള്ളൊരു ടൈമാണ്. അത് സ്പിരിച്വൽ പ്രാക്ടീഷണേഴ്സിനായാലും അല്ലാത്തവർക്കായിട്ടുള്ളതാണെങ്കിലും ഒരുപോലെയാണ്. പേജ് ഓഫ് സോഡ്സ് ആണ്. നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ മാത്രമാണ്. നിങ്ങളുടെ ക്യാൻവാസാണ് അത്. അതിലേക്ക് മറ്റൊരാളെ എന്താ പറയുക, പുറത്തുനിന്ന് ഒരു ടോക്സിക് ആയിട്ടുള്ള മനുഷ്യരെ അതിലേക്ക് കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ അടുക്കുന്ന ഗൈഡൻസ് കേൾക്കാം, പക്ഷേ അതിൽ നിങ്ങൾക്ക് വേണ്ടത് മാത്രം എടുക്കുക. ബുദ്ധൻ പോലും പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സ് ആണെങ്കിൽ ഈവൻ ബുദ്ധൻ്റെ ടീച്ചിങ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആവുന്നതേ നിങ്ങൾ എടുക്കാവൂ, അല്ലാത്തത് നിങ്ങൾ എടുക്കരുത്. അത് ബുദ്ധൻ പോലും പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വേണ്ടത് മാത്രം നിങ്ങൾ എടുത്തിട്ട് ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് മുന്നോട്ടേക്ക് പോവുക. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള എനർജി ഉണ്ട്. സോ ആ എനർജി വെച്ചിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. ഓക്കെ, മറ്റൊരാളുടെ എനർജി നിങ്ങൾക്ക് ആവശ്യമില്ല. സോ നിങ്ങൾ നിങ്ങളിൽ ഡിപ്പെൻഡൻ്റ് ആവുക. നെക്സ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് ഇത് ബോട്ടം ഓഫ് ദ ഡെക്കാണ്. ബോട്ടം ഓഫ് ദ ഡെക്ക് എന്ന് പറയുമ്പം
ഇത് നിങ്ങളുടെ ഓൾ ഇൻ ഓൾ കാർഡാണ്. ഇതിപ്പോൾ നിങ്ങൾ ഒരാളെ സഹായിക്കേണ്ട സമയം. ആരെയാ സഹായിക്കേണ്ടത്? ഇവിടെ നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെയാണ് സഹായിക്കേണ്ടത്, വേറെ ആരെയല്ല. നിങ്ങളെ തന്നെ സഹായിക്കേണ്ട സമയമാണ്. കാരണം നിങ്ങളുടെ ഹെൽത്ത് ആയാലും അല്ലെങ്കിൽ അത് മെൻ്റലി ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത് എത്രമാത്രം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അത്. സോ അത് നിങ്ങളുടെ ഹെൽത്തിനെ എന്തായാലും അത് മെൻ്റലിയും ഫിസിക്കലി ആയിട്ടുള്ള ഹെൽത്തിനെ നിങ്ങൾ വീണ്ടെടുക്കുക. നിങ്ങളെ തന്നെ സേവ് ചെയ്യുക. ഓക്കെ. മാത്രമല്ല സ്പിരിച്വലായിട്ട് നിങ്ങൾക്ക് സമയം ഇല്ല എന്ന് പറയരുത്, നിങ്ങൾക്ക് സമയമുണ്ട്. സോ ആ സമയം യൂട്ടിലൈസ് ചെയ്തിട്ട് സ്പിരിച്വലി മുന്നോട്ടേക്ക് പോകാനാണ് ദേവി നിങ്ങളോട് പറയുന്നത്. ഓക്കെ. സോ നമുക്ക് നിങ്ങളുടെ ബോധിസത്വ കാർഡ്സ് ഏതാന്ന് നോക്കാം. ഏതൊക്കെ ബോധിസത്വന്മാരാണ് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ വേണ്ടി വന്നത് എന്ന് നമുക്ക് നോക്കാം. സോ നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതൊക്കെ ബോധിസത്വന്മാരാണ് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. വജ്രപാണി ബോധിസത്വൻ, അക്ഷോഭ്യ ബുദ്ധൻ, ഗുരു പത്മസംഭവൻ. 8 മാനിഫെസ്റ്റേഷൻ ഓഫ് ഗുരു പത്മസംഭവ. സോ എല്ലാവരും നീലയാണ്. ഓക്കെ. ഒരാളും കൂടെ വന്നിട്ടുണ്ട്, അവലോകിതേശ്വരൻ. ഇത് നിങ്ങളുടെ ലാസ്റ്റ് കാർഡുമായിട്ട്, അവലോകിതേശ്വരൻ നിങ്ങളുടെ ആ ബോട്ടം ഓഫ് ദ ഡക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡേറ്റിയാണ്. ഓക്കെ. കമ്പാഷനാണ് ഉദ്ദേശിക്കുന്നത്. സോ കാളിയമ്മ വന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, ജസ്റ്റ് അതേ ദേവിയുടെ അതേ ഫാമിലിയിൽപ്പെട്ട ബുദ്ധനും ബോധിസത്വനുമാണ് വന്നിട്ടുള്ളത്. ഓക്കെ. അതായത് വജ്രപാണി ബോധിസത്വനും അക്ഷോഭ്യ ബുദ്ധനും. സോ വജ്രപാണി ബോധിസത്വം വന്നിട്ടുണ്ട്. വജ്രപാണി ബോധിസത്വം പറയുന്നത്, വജ്രപാണി ഹയഗ്രീവ, ഗാർഡിയൻ അറ്റ് ദ ടെമ്പിൾ ഗേറ്റ്, യൂസ് യുവർ സ്ട്രെങ്ത് ടു ഹെൽപ്പ് സംവൺ ഹൂ ഈസ് സ്ട്രഗിളിങ്. ഓക്കെ. സോ ഇവിടെ നിങ്ങളോട് ഞാൻ മുമ്പ് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മുൻപ് ഗൈഡൻസ് കിട്ടിയത് നിങ്ങൾ ഒരാളെ ഹെൽപ്പ് ചെയ്യണം എന്നാണ്. ആ ഹെൽപ്പ് ചെയ്യേണ്ടത് സ്വയം നിങ്ങളെ തന്നെയാണ്. മനസ്സിലായില്ലേ? നിങ്ങളാണ് ഇപ്പോൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെയാണ് ഹെൽപ്പ് ചെയ്യേണ്ടത്. നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് നിങ്ങളെ സേവ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അത് വെച്ചിട്ട് പ്രയോജനം ഉണ്ടാവും. മറ്റുള്ളവരെ പോലും ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ ഹയഗ്രീവ മൂർത്തി വന്നതുകൊണ്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് ഹയഗ്രീവൻ, ഈ പച്ച നിറത്തിലുള്ള കുതിര, വജ്രപാണിയും ഹയഗ്രീവനും. സോ ഈ ഹയഗ്രീവ മൂർത്തി വന്നതുകൊണ്ട് പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ വിസ്ഡംസ് ആർജിക്കേണ്ട സമയമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളൊരിക്കലും നിങ്ങളുടെ മനസ്സല്ല. നിങ്ങളെ മനസ്സെന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ടൂള് മാത്രമാണ്. അതിനെ ഒരിക്കലും നിങ്ങളെ കയറി ഭരിക്കാൻ അനുവദിക്കരുത്. മാത്രമല്ല ആ മൈൻഡിനെ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ സെൽഫിൽ മാത്രം നിൽക്കുക. സോ അക്ഷോഭ്യ ബുദ്ധനാണ്. വജ്രപാണിയും അക്ഷോഭ്യനും ഒരേ ടൈപ്പാണ്. സോ അക്ഷോഭ്യ ബുദ്ധൻ എന്ന് പറയുന്നത് ക്രോധത്തിൻ്റെ ബുദ്ധനാണ്, അതായത് ആങ്കറിൻ്റെ ബുദ്ധനാണ്. സോ ഇത് പറയുന്നത് നിങ്ങളുടെ സെൽഫിനെ നന്നായിട്ട് ക്രോധമുള്ളൊരു വ്യക്തിയായിട്ടാണ് പറയുന്നത്. അതായത് അത്രത്തോളം ആങ്കർ ഉള്ളൊരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ പറയുന്നത്. പെട്ടെന്ന് നിങ്ങൾ ദേഷ്യപ്പെടും, പെട്ടെന്ന് നിങ്ങൾ കൂളാവും. അങ്ങനത്തെ ഒരു ഇത്. ദേഷ്യം വന്നാൽ തന്നെ മുന്നിലുള്ള കാര്യങ്ങളൊന്നും നോക്കില്ല. ചിലപ്പോൾ എല്ലാ സാധനവും എറിഞ്ഞ് പൊട്ടിക്കാനോ അല്ലെങ്കിൽ ചിലപ്പം അങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രവണത നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. സോ നിങ്ങളോട് പറയുന്ന ആ ക്രോധം നിങ്ങൾക്ക് ഒരിക്കലും നല്ലതല്ല. സോ നിങ്ങളുടെ ക്രോധത്തെ ഒരിക്കലും പേഴ്സണലായിട്ട് എടുക്കാതിരിക്കുക. ദേഷ്യം വരും, അത് ഏത് മനുഷ്യർക്കാണെങ്കിലും ദേഷ്യമുള്ളൊരു വികാരമാണ്. പക്ഷേ അതിനെ പേഴ്സണലായിട്ട് എടുക്കാതിരിക്കുക. പേഴ്സണലായിട്ട് എടുക്കുമ്പോഴാണ് അത് വെച്ചിട്ട് പല ആപത്തുക്കളും നിങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതുവരെ നിങ്ങളുടെ ദേഷ്യം കാരണം പല കാര്യങ്ങളും നിങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ടാവാം. സോ ആ ആങ്കറിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് കൺട്രോൾ എന്നതിലുപരി അടിച്ചമർത്തുക എന്നല്ല, പകരം അതിനൊരു ടൂളാക്കി മാറ്റുക. കാരണം ദേഷ്യവും നമ്മുടെ ജീവിതത്തിൽ വേണ്ടുന്ന ഒരു എന്താ പറയുക, ആവശ്യത്തിനുള്ളൊരു കാര്യമാണ്. ഇൻ കേസ് നിങ്ങൾക്ക് പലതരത്തിലുള്ള ഹേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായേക്കാം. സോ ആ ഹേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെപ്പോലും ഇപ്പം ഒരു കാര്യം അംഗീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അതിനോട് നിങ്ങൾ വെറുപ്പ് പ്രചരിപ്പിക്കുമ്പം എന്താ സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാവിയിൽ ആ കാര്യം നിങ്ങളെ ടോർച്ചർ ചെയ്യും. സോ അത് ഒഴിവാക്കുക. ഇനി വരുന്നത് 8 മാനിഫെസ്റ്റേഷൻ ഓഫ് ഗുരു പത്മസംഭവയാണ്. 8 മാനിഫെസ്റ്റേഷൻസ് ഓഫ് ഗുരു പത്മസംഭവ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ലോട്ടസ് ബോൺ മാസ്റ്റർ, എ ഗ്രേറ്റ് ടീച്ചർ ഈസ് എ ട്രഷർ, സീക്ക് ടു ഫൈൻഡ് വൺ. അതായത് സ്പിരിച്വലായിട്ട് പോകുന്നവരോട് പറയുകയാണെങ്കിൽ നിങ്ങളോടൊരു ഗുരുവിനെ കണ്ടെത്താനാണ് പറയുന്നത്.
അതായത് നല്ലൊരു ഗുരുവിനെ. ഓക്കെ. ആ ഒരു നല്ലൊരു മാസ്റ്ററിനെ നിങ്ങൾക്കിപ്പം എന്താ പറയാ, മാത്രമല്ല നിങ്ങളുടെ ഇൻഡ്യൂഷൻസിൽ ട്രസ്റ്റ് ചെയ്യാൻ കൂടിയാണ് പറയുന്നത്. ഗുരുന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കാരണവശാലും എന്താ പറയാ, ആഹ്, ഒരു എന്താ ഇങ്ങനെ നിങ്ങൾ വിധേയമാകുക അങ്ങനത്തെ ഇതൊന്നും വേണ്ട. അതല്ല. നിങ്ങളിപ്പോൾ ഒരു മനുഷ്യനെ ഗുരുവായി കണ്ടെത്തിയാലും നിങ്ങൾക്ക് എന്താ പറയാ, ഭഗവാൻ ശിവനെയോ ഭഗവാൻ ബുദ്ധനെയോ ഗുരുവായി തന്നെ കാണാം. മനുഷ്യരെല്ലാവരും ജസ്റ്റ് മീഡിയംസ് ആണ്. ഇപ്പം ഈ ഒരു കമന്റ് ബോക്സിലാണെങ്കിൽ പോലും പലപ്പോഴും എന്നെ തന്നെ പലരും ഗുരു എന്ന് വിളിക്കുന്നത്. എന്നെ അങ്ങനെ വിളിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഞങ്ങളെല്ലാം ഒരു മീഡിയമാണ്. ഓക്കെ. സോ വേറൊരു കാര്യം നിങ്ങളോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പം ഗുരു പത്മസംഭവൻ മനുഷ്യനായി ജനിച്ച ഒരാളാണ്. ഈ ചുറ്റിലുള്ളതെല്ലാം അദ്ദേഹത്തിൻ്റെ തന്നെ വിവിധ രൂപങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിലത്തെ സാധ്യതകളാണ് ഈ 8 രൂപങ്ങൾ. മനസ്സിലായില്ലേ? ഓക്കെ. അതുപോലെ തന്നെ അദ്ദേഹത്തിന് 2 ശക്തികളും ഉണ്ട്. അദ്ദേഹത്തിന് 5 ശക്തികളാണുള്ളത്. പക്ഷെ അതിൽ പേഴ്സണലായിട്ട് അദ്ദേഹത്തോട് ഒത്തു നിൽക്കുന്നത് യേശേ സോഗ്യലാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ഓറിയന്റേഷനാണ് അവിടെ പറയുന്നത്. അപ്പം നിങ്ങളുടെ എന്താ പറയാ, ഐഡന്റിറ്റി അതെന്തായാലും അത് ഒരിക്കലും നിങ്ങൾ മറ്റൊന്നിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടി പോലും മാറ്റേണ്ട ആവശ്യമില്ല. ഓക്കെ. അതിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ സാധ്യതയെ കണ്ടെത്തേണ്ടത്. അല്ലാതെ നിങ്ങളുടെ സ്വത്വത്തെ ഇല്ലാതാക്കിയിട്ടല്ല. ഓക്കെ. സോ ഇതാണ് കാര്യം. ഇത് ഗുരു പത്മസംഭവം പറഞ്ഞ നിങ്ങൾ നിങ്ങളുടെ സാധ്യതകളെ കണ്ടെത്തേണ്ട ടൈമായി എന്നാണ്. സോ ഇത് 1000 ആംഡ് അവലോകിതേശ്വരനാണ് വന്നിട്ടുള്ളത്. ഹി who looks compassionately upon the earth, quite compassion in sometimes the best cause. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവലോകിതേശ്വരനാണ് പറയുന്നത്. അവലോകിതേശ്വരൻ പറയുന്നത് ഇത് കണ്ടില്ലേ, ഈ കാർഡും അവലോകിതേശ്വരനും തമ്മിൽ ഇത് വരും. അതായത് നിങ്ങളുടെ സെൽഫിനാണ് നിങ്ങൾ അനുകമ്പ കൊടുക്കേണ്ടത്. നിങ്ങൾ എന്താണ് ആ അനുകമ്പ എന്ന് കറക്റ്റ്ലി മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ സെൽഫിന് കൊടുക്കുക. അതായത് ഫോഴ്സ്ഫുള്ളി ഒന്നും ചെയ്യാതിരിക്കുക. ഏത് കാര്യം ചെയ്യുമ്പോഴും മറ്റുള്ളവരോട് ഇടപഴകുന്നയാണെങ്കിൽ പോലും അത്രത്തോളം പീസ്ഫുള്ളായി മാത്രം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് ആങ്കറിൻ്റെ ഇഷ്യൂസും കൂടി ഉള്ളതാണ്. അത് അക്ഷോഭ്യ ബുദ്ധൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. സോ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ. അത്രത്തോളം കാമായിട്ട് മാത്രം മുന്നോട്ട് പോവുക. ഓക്കെ. ഇതാണ് ഫയൽ നമ്പർ 1-നുള്ള ഗൈഡൻസ്. സോ നമുക്ക് ഫയൽ നമ്പർ 2-ൻ്റെ ഗൈഡൻസിലേക്ക് പോകാം. സോ നിങ്ങൾക്ക് നെക്സ്റ്റ് വന്നിട്ടുള്ള സെക്കൻഡ് ഫയൽ എടുത്തവർക്ക് വന്നിട്ടുള്ള കാർഡ് എന്ന് പറയുന്നത് എസ്കറ്റിക് ഡാഗിനി സിംഹമുഖയാണ്. ലയൺ ഹെഡഡ് സിംഹമുഖയാണ് വന്നിട്ടുള്ളത്. ഓക്കെ. അതായത് പ്രത്യങ്കിരയാണ്. ഓൾഡ് ഏജ് ബ്രിങ്സ് വിസ്ഡം ആൻഡ് ഫിയർ സെർട്ടനിറ്റി. സോ ഇവിടെ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളെപ്പറ്റി പറയുന്നത് കറൻറ്റ് അവസ്ഥയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഏജ് കൂടുന്നതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലംസ്, അതായത് പലരുടെയും ഭാഗത്തു നിന്ന് വരുന്ന അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന തെറ്റായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഏജ് ഇങ്ങനെ വർദ്ധിക്കുന്നതനുസരിച്ച് നിങ്ങൾ ഒരുപാട് ഇഷ്യൂസ് അനുഭവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് ജീവിത ശൈലി പ്രോബ്ലംസും കാര്യങ്ങളും, അങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾ നേരിടുന്നുണ്ടായിരിക്കാം. സോ എസ്കറ്റിക് ഡാഗിനി സിംഹമുഖ പറയുന്നത് നിങ്ങൾ അതിലൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഓൾഡ് ഏജ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ വിസ്ഡമാണ്, അറിവാണ്. ഓക്കെ. സോ നിങ്ങൾ അറിവിനെയാണ് ആർജിച്ചെടുക്കേണ്ടത്, അറിവിനെയാണ് ഗെയിൻ ചെയ്യേണ്ടത്. അല്ലാതെ ഒരിക്കലും മറ്റുള്ളവർ പറയുന്ന ഷെയിംസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കേട്ടിട്ട് നിങ്ങൾ തളരേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അതുപോലെ സിംഹമുഖ വന്നതുകൊണ്ട് തന്നെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ലയൺ ഫേസ് ആണ്. ഓക്കെ. പലപ്പോഴും പ്രൈഡിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ, പ്രൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ പറയുക, നല്ലൊരു പ്രൈഡ് 2 തരത്തിലുണ്ട്. ഗുഡ് പ്രൈഡും ഉണ്ട്, ബാഡ് പ്രൈഡും ഉണ്ട്. സോ ഗുഡ് പ്രൈഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ സ്വത്വത്തിൽ വിശ്വസിച്ച് ആ ഒരു സ്വത്വത്തെ അംഗീകരിച്ച് അതിൻ്റെ ആ ഒരു ആത്മവിശ്വാസത്തിൽ നിങ്ങൾ മുമ്പോട്ടേക്ക് പോകുന്നത് ഗുഡ് പ്രൈഡും. ബാഡ് പ്രൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനേ ഉള്ളൂ, എൻ്റെ എന്താ പറയുക, എനിക്കുമുപരിയായി ആരുമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ ഒരു അഗ്രഷൻ കാണിക്കൽ. ഇതാണ് ബാഡ് പ്രൈഡിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ. ചിലപ്പോൾ നിങ്ങളെ മനസ്സിലാക്കിയിട്ട് തന്നെ ഇങ്ങനത്തെ ഒരു ബാഡ് പ്രൈഡിലേക്ക് പോകാനുള്ള ആ ഒരു സിറ്റുവേഷൻ കൂടെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കും. സോ അതാണ് ഇവിടെ പറയുന്നത്. പക്ഷേ സിംഹമുഖ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പ്രൈഡിനെ നിങ്ങൾ ഗുഡാക്കി മാറ്റുക. നിങ്ങൾ ഗുഡ് പ്രൈഡിലൂടെ മാത്രം സഞ്ചരിക്കുക. കാരണം അങ്ങനെ സഞ്ചരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഡിവൈൻസിൽ എത്താൻ പറ്റൂ. മാത്രമല്ല
നിങ്ങളുടെ പ്രൈഡിനെ നിങ്ങൾ ഡിവൈനാക്കി മാറ്റുക. അതായത് നിങ്ങളുടെ അൾട്ടിമേറ്റ് നിങ്ങൾ ആരിലാണോ വിശ്വസിക്കുന്നത്, ദേവിയായിരിക്കാം, അല്ലെങ്കിൽ ശിവ, ബോധിസത്വ, ബുദ്ധ, ഗണേശ, അള്ളാഹ്, അതും അല്ലെങ്കിൽ ജീസസ്, UFO, ഏലിയൻസ്, ഇവരിൽ ആരിലും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടായിരിക്കും. സോ ആ എനർജിയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെയും നിങ്ങളുടെ കാര്യങ്ങളെപ്പോലും ഡിവൈനാക്കി മാറ്റുക. അതാണ് പറയുന്നത്. ഒരിക്കലും സ്പിരിച്വൽ ജേർണി എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു റോക്കറ്റ് നിങ്ങളെ ഒരു റോക്കറ്റിൽ കയറ്റിയിട്ട് സ്പേസിലേക്ക് കൊണ്ടുപോകലല്ല സ്പിരിച്വൽ ജേർണി. ഓക്കെ, സോ നെക്സ്റ്റ് കാർഡ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ത്രീ ഓഫ് കപ്സ്, സിക്സ് ഓഫ് കപ്സ്, ചാരിയറ്റ്, അതുപോലെ ഏസ് ഓഫ് വാൻസ്, വേൾഡ് കാർഡ്. നിങ്ങൾക്ക് വേറെയും 2 എക്സ്ട്രാ കാർഡ്സ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഇങ്ങനെ വെക്കുന്നുണ്ട്. ബോട്ടം ഓഫ് ദ ഡക്ക് പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. സോ പ്രൈഡിനെ പറ്റി പറഞ്ഞതുപോലെ തന്നെയാണ് ഈ കാർഡ്സൊക്കെ വന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്യൂസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ്. കാരണം അശ്രദ്ധ കൊണ്ട്, അതായത് പല കാര്യങ്ങളും നിങ്ങൾ നന്നായിട്ട് ഗെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എവിടെയോ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് കൊണ്ട്, അതായത് അതിപ്പം ഈഗോൻ്റെ ഇഷ്യൂ ആയിരിക്കാം, അതും അല്ലെങ്കിൽ ഇങ്ങനെ പ്രൈഡ് ഇഷ്യൂസ് കൊണ്ടോ, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ആൾക്കാരെ വിശ്വസിച്ചത് കൊണ്ടോ, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പ്രത്യങ്കിരാ ദേവി നിങ്ങളോട് പറയുന്നത്. സോ പ്രത്യങ്കിരാ ദേവി അത് ആ ഒരു കാര്യം നിങ്ങളോട് അവിടെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ അതിൻ്റെ ആ ഒരു ട്രോമയിൽ നിന്നും മാറേണ്ട സിറ്റുവേഷൻ ആയിട്ടാണ് ഉള്ളത്. സ്പിരിച്വലായിട്ട് നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ പ്രൈഡിനെ നിങ്ങൾ ദൈവികമാക്കി മാറ്റുക. കാരണം നിങ്ങളുടെ സെൽഫില്ലാണ്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ സെൽഫിഷ്നെസ്സോട് കൂടിയിട്ടല്ല നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്, സെൽഫ് ലവോട് കൂടിയിട്ടാണ് മുന്നോട്ടേക്ക് പോവേണ്ടത്. ഓക്കെ, സോ 3 ഓഫ് കപ്സ് ആണ് നിങ്ങൾക്ക് ആദ്യം വന്നിട്ടുള്ളത്. 3 ഓഫ് കപ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബോഡി, അതുപോലെ സ്പീച്ച് ആൻഡ് മൈൻഡ്, ഇത് മൂന്നും നിങ്ങൾ അലൈൻഡ് ആക്കുക. ബോഡി, സ്പീച്ച് ആൻഡ് മൈൻഡ് എന്നും പറയാം, അല്ലെങ്കിൽ ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ് എന്നും പറയാം. ഇത് മൂന്നും നിങ്ങൾ അലൈൻഡ് ആക്കിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊരു കാര്യമായാലും ഹാർമണി വേണം. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും മൂന്നുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ ലവിനാണെങ്കിൽ പോലും, ഇപ്പോൾ ഒരാളോടുള്ള റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും അതിൽ 3 ആംഗിൾസ് ഉണ്ട്. ഓക്കെ, ഇൻറ്റിമസി, അതുപോലെ തന്നെ റെസ്പെക്റ്റ്, സെയിം ടൈം പാഷൻ. ഈ പാഷൻ എന്ന് പറയുന്നത് ബോഡിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ ഈ 3 ആംഗിൾസും ഒന്നാകുമ്പോൾ അത് ഒരേപോലെ വരുമ്പോൾ മാത്രമേ അതൊരു ലവായി മാറുന്നുള്ളൂ. അതുപോലെ തന്നെ ഏതൊരു കാര്യവും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. ഇപ്പം നിങ്ങളെ പ്രൈഡിൻ്റെ കാര്യമായിക്കോട്ടെ, അതും അല്ലെങ്കിൽ ഏതൊരു സിറ്റുവേഷൻ ആയിക്കോട്ടെ, നിങ്ങളെല്ലാത്തിനും ബാലൻസ് കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. ഇപ്പം നിങ്ങളുടെ മെറ്റീരിയൽ ലൈഫും സ്പിരിച്വൽ ലൈഫാണെങ്കിൽ പോലും അതിനും നിങ്ങൾ ബാലൻസ് കൊണ്ടുവരണം. അല്ലാതെ ചിലരിങ്ങനെ എന്താ പറയുക, സ്പിരിച്വൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ദൈവം അനുഗ്രഹിച്ചു തന്ന കാര്യത്തെപ്പോലും നിങ്ങൾ മറ്റുള്ളവരുടെ ഗൈഡൻസ് കാരണം അകറ്റി നിർത്തിയതായിട്ട് പറയുന്നുണ്ട്. സോ അത് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ടാലൻറ്റുകൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ്, അത് ദൈവീകമാണ്. ഓക്കെ, കാരണം ഇത് പറയുന്നത് നിങ്ങൾ അത്രയും ഇഷ്യൂസ് അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള തെറ്റായിട്ടുള്ള ടീച്ചിങ്സ് കൊണ്ടും, അതുപോലെ തന്നെ തെറ്റായിട്ടുള്ള മനുഷ്യർ ലൈഫിൽ വന്നതുകൊണ്ട് ഒരുപാട് പ്രതിസന്ധികൾ, അല്ലെങ്കിൽ ഒരുപാട് പ്രോബ്ലംസ് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പം പല സ്പിരിച്വൽ ടീച്ചേഴ്സ് നിങ്ങളെ പല രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നുണ്ടാവുക. ഒട്ടുമിക്ക ആൾക്കാരും പറയുന്ന ശരീരം വിട്ടു പോകുക, അത് വിട്ടു പോവുക, ഒന്നിനോട് ആസക്തി പാടില്ല, അഡിക്ഷൻസ് പാടില്ല. പക്ഷേ നിങ്ങൾക്കൊരു കർമ്മമുണ്ട്, നിങ്ങൾക്കൊരു സ്വത്വമുണ്ട്. അതിൽ നിന്നുകൊണ്ട് നിങ്ങൾ പോകുമ്പോഴാണ് നിങ്ങൾക്ക് പൂർണ്ണത കിട്ടുക. ഇപ്പം ബുദ്ധനാണെങ്കിൽ പോലും ബുദ്ധൻ ഭൂസ്പർശ മുദ്ര പിടിച്ചിട്ടായിരിക്കുന്നത്. എൻ്റെ കയ്യിലൊരു ബുദ്ധൻ്റെ ഫോട്ടോ ഉണ്ട്, ഞാൻ ജസ്റ്റ് ഓക്കെ കിട്ടി, കണ്ടില്ലേ? ബുദ്ധൻ പോലും ഭൂസ്പർശ മുദ്ര പിടിച്ചിട്ടായിരിക്കുന്നത്. അതിനർത്ഥം ബുദ്ധൻ ഒരിക്കലും നിങ്ങളോട് സ്പേസിലേക്ക് പറന്നു പോകണം എന്നല്ല പറയുന്നത്. പകരം നിങ്ങൾ നിങ്ങളുടെ സെൽഫിൽ നിന്നിട്ട് പോകാനാണ് പറയുന്നത്, നിങ്ങളുടെ സെൽഫിനെ നശിപ്പിച്ചുകൊണ്ട് പോകാനല്ല. പക്ഷെ പലരുടെ ടീച്ചിങ്സും ആ രീതിയിലാവുന്നുണ്ട്. നിങ്ങൾ അങ്ങനത്തെ ടീച്ചിങ്സ് കേട്ടിട്ട് ഒരുപാട് പ്രോബ്ലംസ് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നറിയാം. സോ മനസ്സിലാക്കുക, സ്വന്തം ഭൂമിയും അതുപോലെ സ്വന്തം സെൽഫിനോടും എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുക, അതിനോട് നീതി പുലർത്തി തന്നെ മുന്നോട്ട് പോവുക. ഓക്കെ, ആസക്തി, അത് ഒന്നിനോട് അഡിക്ഷൻസ് പാടില്ല, ഒന്നിനോട് അറ്റാച്ച്മെൻറ്റും പാടില്ല. ഒരു വസ്തുവും
ഇപ്പം എത്ര വേണ്ടപ്പെട്ട ഇപ്പം നിങ്ങളൊരു ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെങ്കിൽ പോലും നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ കൊണ്ടുപോലും നിങ്ങളെ ഭരിക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. ഓക്കെ. ഡിവൈൻ മസ്കുലിൻ ആയാലും ശരി, ഡിവൈൻ ഫെമിനിൻ ആയാലും ശരി, ആരായാലും അവരെ കൊണ്ട് പോലും നിങ്ങളെ ഭരിക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. സെൽഫ് ഡിപ്പെൻഡൻസിയാണ് ആദ്യം വേണ്ടത്. സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസമാണ് ആദ്യം വേണ്ടത്. ആത്മവിശ്വാസം ഇല്ലാതെ നിങ്ങൾക്ക് ഒരു കാര്യത്തിലും സ്പിരിച്വൽ ആയിക്കോട്ടെ ഏതിലാണെങ്കിലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ ഈ ആത്മവിശ്വാസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആത്മവിദ്യയും ബ്രഹ്മവിദ്യയും തമ്മിൽ യാതൊരു ഡിഫറൻസും ഇല്ല. ബ്രഹ്മവിദ്യയുടെ ഒരു ആസ്പെക്റ്റ് തന്നെയാണ് ആത്മവിദ്യ. ഓക്കെ. സോ ഇത് നിങ്ങൾ നാവിഗേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ആ ട്രോമാസ് എന്നൊക്കെ നിങ്ങൾ മുമ്പോട്ട് വരാം. പക്ഷെ അപ്പോഴും നിങ്ങൾക്ക് ബ്ലോക്കേജസ് വരുന്നുണ്ട് എന്നാണ്. അത് നിങ്ങൾ കാര്യമാക്കണ്ട. നിങ്ങൾ ഏതായാലും ആക്ഷൻസ് ചെയ്യുന്നുണ്ടല്ലോ, അത് മതി. ആ ആക്ഷൻസ് കീപ്പ് ചെയ്യാനാണ് നിങ്ങളോട് പറയുന്നത്. അത് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലൈഫിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾ എത്തും. നിങ്ങൾ വിക്ടറിയിലേക്ക് എത്തുന്ന പറയുന്നത്. മാത്രമല്ല ലൈഫിൽ നിങ്ങൾക്ക് ഗുഡും ഉണ്ടാവും ബാഡും ഉണ്ടാവും. സോ നിങ്ങളുടെ സങ്കടവും സന്തോഷവും തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്, മറ്റുള്ളവരല്ല. ഓക്കെ. ഒരു സിറ്റുവേഷൻ കൊണ്ട് ഇപ്പം ലൈഫിൽ ബ്ലാക്കും ഉണ്ടാവും വൈറ്റും ഉണ്ടാവും. ബ്ലാക്ക് ഒരു കാരണവശാലും നിങ്ങളെ തളർത്താനോ നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് ഇല്ലാതാക്കാനോ വേണ്ടിയിട്ടല്ല ബ്ലാക്ക് വരുന്നത്. ബ്ലാക്ക് വരുന്നത് നിങ്ങളുടെ വില മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സെൽഫിൻ്റെ വില മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അൾട്ടിമേറ്റിൻ്റെ വില മനസ്സിലാക്കാനാണ് ബ്ലാക്ക് വരുന്നത്. സോ എവറിത്തിങ് ഈസ് ഡിവൈൻ. ഓക്കെ. സോ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ സ്വീകരിക്കുക. ഓക്കെ. നിങ്ങൾക്ക് വേണ്ടത് മാത്രമേ നിങ്ങൾ സ്വീകരിക്കാവൂ. അല്ലാതെ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നിങ്ങളെന്താ പറയുക, ഇങ്ങനെ ഒരു കാര്യം നിങ്ങളെ ആൾക്കാർ നിർബന്ധിച്ച് ഇങ്ങനെ അടിച്ചേൽപ്പിക്കാൻ നോക്കുമ്പോൾ അത് അതേപടി സ്വീകരിക്കരുത്. ഓക്കെ. ഇപ്പം ഈ തരുന്ന ഗൈഡൻസ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് യുക്തിയോടുള്ളത് മാത്രം നിങ്ങൾ സ്വീകരിക്കുക. ഓക്കെ. സോ പ്രത്യങ്കിരാദേവി അടുത്തത് പറയുന്നത്, നിങ്ങളുടെ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരു ഫുൾഫിൽമെൻറ്റ് ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന പറയുന്നത്. മാത്രമല്ല നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളുടെ ബ്രെഡ് നിങ്ങളുടെ കയ്യിലാണ് ഉണ്ടാവേണ്ടത്. അല്ലെങ്കിൽ നിങ്ങളുടെ ചിത്രം വരക്കാനുള്ള, നിങ്ങളുടെ ക്യാൻവാസാണ് നിങ്ങളുടെ ലൈഫ്. അതിൽ ചിത്രം വരക്കാനുള്ള ബ്രഷ് നിങ്ങളുടെ കയ്യിലാണ് ഉണ്ടാവേണ്ടത്. ഒരു തേർഡ് പാർട്ടീസിനുള്ളതല്ല. അത് നിങ്ങളുടെ മാത്രമാണ്. ഈവൻ നിങ്ങളുടെ മനസ്സിന് പോലും, അല്ലെങ്കിൽ മനസ്സ് നിങ്ങളുടെ ടൂളാണ്. സോ നിങ്ങളുടെ ദുഃഖങ്ങൾ, നിങ്ങളുടെ ട്രോമാസിന് പോലും നിങ്ങളെ എന്താ പറയുക, കൺട്രോൾ ചെയ്യാൻ യാതൊരിതുമില്ല, അവകാശവും ഇല്ല. ഓക്കെ. സോ ഹാപ്പിനെസ് ഇല്ലാതെ ഒരിക്കലും ആർക്കും ബ്ലിസ്സോ അല്ലെങ്കിൽ വിസ്ഡോ ലിബറേഷൻസോ ആർക്കും കിട്ടത്തില്ല. ഹാപ്പിനെസ് ഉണ്ടെങ്കിലേ കിട്ടൂ. സോ നിങ്ങളുടെ ഹാപ്പിനെസ്സിനോട് കൂടി മുൻപോട്ട് പോവുക. മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ ലൈഫ് നിങ്ങൾ ബാലൻസ് ചെയ്യാനാണ് പറയുന്നത്. ഫസ്റ്റ് കാർഡിൽ വന്നതുപോലെ ബാലൻസിങ്ങാണ് പറയുന്നത്. നിങ്ങൾക്കൊരു ലിബറേഷൻ ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രത്യങ്കിരാദേവി പറയുന്നത്. നിങ്ങൾക്കൊരു ലിബറേഷൻ ഉണ്ടാവുമെന്ന് പ്രത്യങ്കിരാദേവി പറയുന്നുണ്ട്. ഓക്കെ. സോ ഫൈനൽ കാർഡ് ബോട്ടം ഓഫ് ദ ഡെക്കാണ്. ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക. ഓക്കെ. നിങ്ങളുടെ പ്രൈഡ് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക എന്നാണ് നിങ്ങൾ ലാസ്റ്റത്തെ ബോട്ടം ഓഫ് ദ ഡെക്ക് പറയുന്നത്. ഓക്കെ. ഓ മൈ ഗോഡ്, സോറി. ഓക്കെ. സോ നിങ്ങൾക്ക് വന്നിട്ടുള്ള ബോധിസത്വന്മാരാരാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ബുദ്ധന്മാരും ബോധിസത്വന്മാരും ആരാണെന്ന് നോക്കാം. നിങ്ങൾക്കുള്ള ബുദ്ധാസ് ആൻഡ് ബോധിസത്വാസ് ആരാണ്? ഓക്കെ. നിങ്ങൾക്ക് ഗൈഡ് തരാൻ വേണ്ടി വന്ന ബുദ്ധനും ബോധിസത്വനും ആരാണെന്ന് നമുക്കിപ്പോൾ ശ്രദ്ധിക്കാം. ലളിത ത്രിപുര സുന്ദരി, നമ്യാൾമാദേവി, ഗണേശൻ, മഹാകാളി, ഗുരു ഡോർജെ ഡ്രോളോ. സ്കൾ കപ്പും വന്നിട്ടുണ്ട്. ഓക്കെ. സോ സ്കൾ കപ്പാണ് അവർക്ക് വന്നിട്ടുള്ളത്. ഓക്കെ. സോ ഫസ്റ്റ് സ്കൾ കപ്പ് തന്നെ വായിക്കാം. ഓക്കെ. സ്കൾ കപ്പ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഒരു കാരണവശാലും ഒരു മനുഷ്യരിലും അറ്റാച്ച് ആവരുത്.
നിങ്ങളുടെ മൈൻഡിനെയും നിങ്ങളുടെ എല്ലാ സമർപ്പണവും നിങ്ങളൊരു സ്പിരിച്വൽ ഇതിലൂടെ പോകുന്ന അല്ലെങ്കിൽ ഒരു മൂർത്തി ഉപാസിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെ പോകുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സെൽഫിനെ പൂർണ്ണമായിട്ടും ആ മൂർത്തിയിൽ സമർപ്പിക്കുക. നിങ്ങളൊരു ഡിവൈനിൽ സമർപ്പിക്കുക. നിങ്ങളുടെ ഡിവൈനിലേക്ക് നിങ്ങൾ സമർപ്പിക്കാനാണ് നിങ്ങൾ സുഖമായാലും ദുഃഖമായാലും എല്ലാം സമർപ്പിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് കൂടി ഇരിക്കാനാണ് നിങ്ങളോട് മഹാകാളി ദേവി പറയുന്നത്, പ്രത്യങ്കിരാ ദേവി പറയുന്നത്. ഓക്കെ, സോ പട്ടാണി. അടുത്തായിട്ട് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് പട്ടാണിയാണ്, അതായത് ഗണേശനാണ്. സോ ഗണേശൻ റിമൂവർ ഓഫ് ഒബ്സ്റ്റാക്കിൾസ് ആണ്. കോൾ ഓൺ ഗണേഷ് ടു റിമൂവ് ഒബ്സ്റ്റാക്കിൾസ് ഇൻ യുവർ ലൈഫ്. നിങ്ങൾക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരിക്കും. സോ ഗണേശനെ വിളിക്കാനാണ് പറയുന്നത്. ഓക്കെ, ആ ഒബ്സ്റ്റാക്കിൾസ് ഇല്ലാതാവാൻ ഏത് കാര്യം ചെയ്യുമ്പോഴും ഗണപതി വന്ദനത്തോടു കൂടി മാത്രം ചെയ്യുക. ഓക്കെ, ഗുരു ആണ്, ഗുരു ഡോർജെ ഡ്രോളോ. ദ ക്രേസി വിസ്ഡം, wrathful Buddha, let go of being logical, a higher wisdom will guide you. വേണ്ടാത്ത ലോജിക്കലി ഉള്ള കാര്യങ്ങളുണ്ടാവും, ആവശ്യമില്ലാത്ത ലോജിക്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. മറ്റുള്ളവർ നിങ്ങളിലേക്ക് ഇത് ഒരു കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ അതങ്ങനെയല്ല, നിങ്ങൾ നിങ്ങളെ ലോജിക്കലാണ് നിൽക്കുന്നുണ്ടാവും, പക്ഷെ അവർ വന്നിട്ട് അവരുടെ ലോജിക്ക് നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നു. അതങ്ങനെയല്ല, മറ്റേ രീതിയിൽ അങ്ങനെ രീതിയിൽ. കാരണം അവരെ പോലെയാണ് നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങളുടെ ലോജിക്ക് എന്താണോ നിങ്ങൾ അതിൽ മാത്രം നിൽക്കുക, വേണ്ടാത്ത ആൾക്കാരുടെ ലോജിക്സ് എടുക്കാതിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഈ ഹയർ വിസ്റ്റംസ്, നിങ്ങൾ നിങ്ങളുടെ ലോജിക്കിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഹയർ വിസ്റ്റം ഉണ്ടാവും. ഓക്കെ, സോ നിങ്ങളുടെ ലോജിക്ക് എന്ന് പറയുന്നത് ധർമ്മവുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെ, അതായത് സ്പിരിച്വൽ ലോജിക്ക് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ധർമ്മ. ഓക്കെ, അല്ലാതെ അവിടെ രണ്ട് തരത്തിലും ഫേക്ക് ലോജിക്സ് ഉണ്ടാവും. ഒന്ന് ഹയർ ഫേക്ക് ലോജിക്സ് ഉണ്ടാവും, അതുപോലെ ഡൗണർ ആയിട്ടുള്ള ഫേക്ക് ലോജിക്സും ഉണ്ടാവും. സോ ഇത് കാര്യമാക്കണ്ട. മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാക്കാത്ത ലോജിക്കാണ് നിങ്ങൾക്കും മറ്റൊരാൾക്കും ഉപദ്രവം ഉണ്ടാക്കാത്ത ലോജിക്സാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ യു ക്യാൻ മൂവ് ഓൺ. നിങ്ങളുടെ ഹാപ്പിനെസ്സിന് അത് വളവാകുമെങ്കിൽ അത് തന്നെ എടുക്കുക. കാരണം നിങ്ങളുടെ ഹാപ്പിനെസ് ഇല്ലാതെ ഒരു സ്പിരിച്വൽ പ്രാക്ടീസ് ഇല്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് കാളി ട്രോമാനാമോ മൻഡല മാൻഷൻ ആണ്. സ്റ്റാൻഡ് ഫേം ടു കട്ട് ത്രൂ ടെൻഷൻസ്, ഡൗട്ട് ആൻഡ് ഫിയർ. സ്പിരിച്വൽ വേയിലൂടെ പോകുന്ന നിങ്ങൾക്ക് ഒരുപാട് തരത്തിലുള്ള ടെൻഷൻസും ഉണ്ടാവും, ഡൗട്ടുകളും ഉണ്ടാവും, ഫിയേഴ്സും ഉണ്ടാവും. സോ കാളി ദേവി നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ ടെൻഷൻസ് ആയാലും ഡൗട്ടുകളായാലും അനാവശ്യ ഭയങ്ങളായാലും അതിനെ മുഴുവൻ കട്ട് ചെയ്ത് ഇല്ലാതാക്കാനാണ് കാളി ദേവി നിങ്ങളോട് പറയുന്നത്. ത്രിപുര സുന്ദരി, ലളിതാംബിക ദേവി, ദ പ്ലേഫുൾ റെഡ് ഗോഡസ്, ലൈഫ് വിൽ ബി ആൻ അഡ്വഞ്ചർ ഇഫ് യു ലെറ്റ് ഇറ്റ് അൺഫോൾഡ് ഫ്രം വിത്തിൻ. അതായത് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യണം എന്നാണ്. സെൽഫ് ലവ് ചെയ്തിട്ട് നിങ്ങളോട് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. മാത്രമല്ല നിങ്ങളുടെ ഉള്ളിലത്തെ ഇന്നർ ചൈൽഡിനെ ഉണർത്തേണ്ട ഒരു സമയമാണിത്. അങ്ങനെ ഇന്നർ ചൈൽഡിനെ ഉണർത്തി പൂർണ്ണമായിട്ടും ഡിവൈനിൽ സമർപ്പിതമായിട്ട് നിങ്ങളോട് മുന്നോട്ട് പോകാനാണ് ലളിത ത്രിപുര സുന്ദരി നിങ്ങളോട് പറയുന്നത്. ഓക്കെ, നംഗ്യാൾമ ദേവിയാണ്. നിങ്ങൾക്കൊരു പ്യൂരിഫിക്കേഷൻ ആവശ്യമുണ്ട്. ഗോഡസ് ഓഫ് ലോങ് ലൈഫ്, ദ പാത്ത് ഓഫ് ദ ഇൻ്റലക്റ്റ് ക്യാൻ ഈൽഡ് എ ലോങ് ലൈഫ്. അതായത് നിങ്ങളോട് നംഗ്യാൾമ ദേവി പറയുന്നത് നിങ്ങൾക്കൊരു പ്യൂരിഫിക്കേഷൻ ആവശ്യമുണ്ട് എന്നാണ് പറയുന്നത്. സോ ആ പ്യൂരിഫിക്കേഷൻ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഗെയിൻ ചെയ്യുക. എങ്ങനെ? വേണ്ടാത്ത കാര്യങ്ങളെല്ലാം ഒഴിവാക്കി വേണ്ടുന്ന കാര്യങ്ങൾ എംബ്രേസ് ചെയ്യുക. നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും, കാരണം നിങ്ങൾക്ക് ഒരുപാട് ട്രോമാസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സോ അതിനെയൊക്കെ പ്യൂരിഫൈ ചെയ്യാൻ പറ്റുന്ന ക്ഷേത്ര ദർശനമായാലും ശരി, ഉപ്പ് വെള്ളത്തിൽ കുളിക്കലായാലും ശരി, ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പോകലായാലും ശരി, ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കലായാലും ശരി, അങ്ങനെ നിങ്ങളുടെ സെൽഫിനെ കൂടുതൽ ഹാപ്പി ആക്കുക, ട്രോമാസിനെ പ്യൂരിഫൈ ചെയ്ത് കളയാനാണ് നംഗ്യാൾമ ദേവി പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നിങ്ങൾക്കുള്ള ആ ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഗ്രീൻ താര ദീക്ഷയുടെയും മഹാകാല ദീക്ഷയുടെയും കാര്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് പറയാണ്, നിങ്ങൾക്ക് പേഴ്സണലി റീഡിങ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് ചെയ്യുക. കോൾ ചെയ്യരുത്, വാട്സപ്പ് ചെയ്യുക. ഓക്കെ, അത് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. സോ ദീക്ഷയെപ്പറ്റി പറയുകയാണെങ്കിൽ നെക്സ്റ്റ് ദീക്ഷ എന്ന് പറയുന്നത് ഗ്രീൻ താര ആൻഡ് മഹാകാലയാണ്. സോ ഗ്രീൻ താര മന്ത്രം എല്ലാവർക്കും ജപിക്കാൻ പറ്റുന്നത്. പലർക്കും ചോദ്യം ഉണ്ടാകും, ഗ്രീൻ താര മന്ത്രം എല്ലാവർക്കും ജപിക്കാൻ പറ്റുന്നില്ല, പിന്നെ എന്തിനാ ദീക്ഷ എന്ന് ചോദിക്കുന്നുണ്ടോ? യെസ്, ഗ്രീൻ താര മന്ത്രം ദീക്ഷയില്ലാതെ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചൊല്ലാൻ പറ്റുന്നതാണ്. ഓക്കെ, പക്ഷേ ദീക്ഷ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതൊരു അറ്റ്യൂൺമെൻ്റ് ആണ്. അതായത് റേക്കിക്ക് അറ്റ്യൂൺമെൻറ്റ്സ് ഉള്ളതുപോലെ ഇതൊരു അറ്റ്യൂൺമെൻ്റ് ആണ്. എന്തിനീ അറ്റ്യൂൺമെൻറ്റ്? ഗ്രീൻ താരാദേവിയുടെ സാധന ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങൾ വെറുതെ മന്ത്രം ജപിക്കുന്നത് തമ്മിലും സാധന ചെയ്യുന്നത് തമ്മിലും നല്ല വ്യത്യാസമുണ്ട്.
പലരും പറയുന്നത് അവർക്ക് ഗ്രീൻ താരാദേവിയെ സാധന ചെയ്യണം. കൂടുതൽ അവർക്ക് കണക്റ്റ് ആവണം എന്നാ പറയുന്നത്. അതായത് ഗ്രീൻ താര മന്ത്രം കൊണ്ട് ആഗ്രഹങ്ങൾ സഫലമാവുന്നുണ്ട്. പക്ഷേ അതിലുപരി അവരുടെ ലൈഫ് മുഴുവൻ ഗ്രീൻ താരയിലേക്ക് കൊടുക്കണം എന്നാ അവർ പറയുന്നത്. യെസ്, ഗ്രീൻ താര സാധന കൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സക്സസ്സിലേക്ക് എത്തും. മാത്രമല്ല നിങ്ങളുടെ ലൈഫ് കൂടുതൽ ബ്യൂട്ടിഫുൾ ആവാനും ഗ്രീൻ താര സാധന ഉണ്ടാവും. ഓക്കെ. പക്ഷേ നിങ്ങൾ ഗ്രീൻ താര മന്ത്രം ജപിക്കുന്നവരായാലും സാധന ചെയ്യുന്നവരായാലും ഫസ്റ്റ് നിങ്ങൾക്ക് ചിലപ്പോൾ പരീക്ഷണം വരാൻ ചാൻസ് ഉണ്ട്. അത് ഏത് കാര്യം നിങ്ങൾ ചെയ്യുമ്പോഴും യൂണിവേഴ്സ് ആദ്യം നിങ്ങളെ പരീക്ഷിക്കും. കാരണം നിങ്ങൾ ആത്മാർത്ഥതയോട് കൂടിയിട്ടാണോ ഇത് ചെയ്യുന്നതെന്ന് നോക്കാൻ. അല്ലാതെ ഡയറക്റ്റ്ലി പോയി ഗ്രീൻ താര സാധന ചെയ്ത് ആ ദേവി എനിക്ക് ഇത് വേണം, അമ്മ എനിക്ക് അത് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ലോജിക്കും ഇല്ല. നിങ്ങൾക്ക് ഫസ്റ്റ് നിങ്ങളുടെ ആത്മാർത്ഥതയെ പരീക്ഷിക്കും. നിങ്ങൾക്ക് അത്രത്തോളം ഗ്രീൻ താര സാധനയോടൊരു ഡിവോഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ വാട്സപ്പിലേക്ക് വരിക. ഗ്രീൻ താര സാധന ഏതെങ്കിലും ഒരു ഡേ പറ്റുന്ന ഒരു ഡേയിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അത് ഇന്നത്തെ ദിവസം മുതൽ സ്റ്റാർട്ടായിട്ടാണുള്ളത് ഗ്രീൻ താര സാധന. ഓക്കെ. സോ അതിന് അതും മഹാകാലൻ്റെ ദീക്ഷയും. മഹാകാലനും അതുപോലെ തന്നെ. പക്ഷേ വൈറ്റ് മഹാകാലൻ്റെതിന് ദീക്ഷ അത്യാവശ്യമാണ്. കാരണം അത് സാധന ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനൊരു അറ്റ്യൂൺമെൻറ്റ് കിട്ടിയിരിക്കണം. കാരണം വൈറ്റ് മഹാകാലൻ അല്പം ഒരു ഉഗ്രത തോന്നിക്കുന്ന ഒരു രൂപമാണ്. ഓക്കെ. അല്പം ഒരു ലിറ്റിൽ ബിറ്റ് ഉഗ്രമാണ്. അതുകൊണ്ടാണ്. സോ മഹാകാലൻ ശിവൻ്റെ ഒരു സ്വരൂപ. സോ ശിവഭക്തർക്ക് തീർച്ചയായിട്ടും മഹാകാല സാധനയിലേക്ക് വരാവുന്നതാണ്. ഓക്കെ. സോ നിങ്ങൾ പലരും ചോദിക്കുന്നുണ്ട് ഇത് ദക്ഷിണ എത്രയാ ഫീസ് ഉണ്ടോ എന്ന് ചോദിക്കും. ഒരിക്കലും സാധനക്ക് ഒരു ഫിക്സഡ് ഫീസ് പറയില്ല. അങ്ങനെ പറയാൻ പാടില്ല എന്നാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ദക്ഷിണ നിങ്ങൾ തീർച്ചയായിട്ടും സാധനക്ക് അയക്കേണ്ടതായി വരും. കാരണം കാർമിക് ഡെബ്റ്റ്സ് ആരുമായിട്ടും നിങ്ങൾ വെക്കരുത്. സൗജന്യമായിട്ട് നിങ്ങളൊന്നും തന്നെ വാങ്ങരുത്. ഓക്കെ. സോ കാർമിക് ഡെബ്റ്റ്സ് ആരുമായിട്ടും വെക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് നിങ്ങൾക്ക് തന്നെയാണ് ഡേഞ്ചർ ആയിട്ടുണ്ടാവുക. സോ അതുകൊണ്ട് ദീക്ഷ ആയതുകൊണ്ട് തന്നെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ചാർജ് ഒന്നും തന്നെ ഫിക്സഡ് ചാർജ് എന്തായാലും ടാരറ്റിനുണ്ടാവും. പക്ഷേ ദീക്ഷക്ക് തീർച്ചയായിട്ടും ഉണ്ടാവത്തില്ല. പക്ഷേ ദക്ഷിണ തരേണ്ടി വരും. അത് നിങ്ങളുടെ ചോയ്സിൽ മാത്രം, നിങ്ങളുടെ ചോയ്സ് ഓഫ് ആയിട്ടുള്ള കാര്യത്തിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് മാത്രം നിങ്ങൾ ദക്ഷിണ തരിക. അല്ലാതെ നിങ്ങൾക്ക് ഇവിടെ ഫിക്സഡ് ആയിട്ടുള്ളൊരു ദക്ഷിണ ഇല്ല. പിന്നെ ഗ്രീൻ താര സാധനയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം വേണ്ടി വരുമോ, ഗ്രീൻ താര ദീക്ഷയിലേക്ക് കടക്കുമ്പോൾ മഹാകാലൻ്റെ, അതൊക്കെ പേഴ്സണലി വാട്സപ്പിൽ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ. സോ ഇത്രയാണ് വീഡിയോ ഉള്ളത്. എല്ലാവർക്കും റീഡിങ് റെസണേറ്റ് ആയെന്ന് വിശ്വസിക്കുന്നു. സോ നന്ദി, നമസ്കാരം.